നെയ്യാറ്റിൻകരയിൽ പൊള്ളലേറ്റ് മരണപ്പെട്ട രാജൻ അമ്പിളി ദമ്പതികളുടെ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം കുടുംബത്തിന്റേതല്ല എന്ന് കാട്ടി വീണ്ടും കോടതി ഉത്തരവ്. 2020 ഇക്കാര്യത്തിൽ കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ എത്തുമ്പോഴാണ് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നതിനിടെ ദമ്പതികൾ മരണപ്പെടുന്നത്. 2020 ഡിസംബറിലാണ് അതിയന്നൂർ ഭാസ്കർ നഗർ സ്വദേശികളായ രാജൻ അമ്പിളി ദമ്പതികളുടെ വീടിന്റെ ഉടമസ്ഥാവകാശം വീണ്ടും ചർച്ചയാവുന്നത്. ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട കേസിൽ ഇവർക്കെതിരെ കോടതി വിധി വരികയും തുടർന്ന് ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് ഇരുവരും പൊള്ളലേറ്റ് മരിക്കുന്നത്. ഇതിനുശേഷം ഇരുവരെയും അവിടെ തന്നെ കല്ലറ കെട്ടിയടക്കി. തുടർന്ന് ഫിലോകാലിയ എന്ന ഫൗണ്ടേഷൻ വീടിന്റെ പണി പൂർത്തീകരിച്ച് നൽകി. എന്നാൽ വീണ്ടും ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൽ കോടതി ഉത്തരവ് വന്നതോടെ പ്രതിഷേധവുമായി എത്തുകയാണ് രാജന്റെ രണ്ടാമത്തെ മകൻ രഞ്ജിത്ത്. ഇപ്പം ഈ സ്ഥലത്തിന്റെ അവകാശി അവരാണെന്ന് കോടതി അങ്ങ് അംഗീകരിച്ചു കൊടുത്തു. അതുകൊണ്ട് ഞാൻ എന്റെ അമ്മയും അപ്പനെ ഞാൻ കല്ലറ പൊളിക്കാൻ പോണു. ഈ സ്ഥലവും ഇതും പൊളിച്ചു മാറ്റി പഴയ രീതിയിലാക്കി കൊടുക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ പൊളിച്ചു മാറ്റി കോടതിയിൽ നിന്ന് പൊളിച്ചു മാറ്റി കൊടുക്കാം. ഈ നിയമം എന്ന് പറഞ്ഞ ആർക്കുള്ളതാണ്? ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നവരെ സംരക്ഷിക്കാനുള്ളതാണ്. ആ നിയമങ്ങൾ വല്ലതും ഇപ്പൊ നടപ്പാക്കണുണ്ടോ? തങ്ങൾ ഉടമസ്ഥരല്ലാത്ത പുരയിടത്തിൽ നിന്ന് കല്ലറകൾ പൊളിച്ചു മാറ്റണമെന്നും രാജന്റെ മകൻ പറഞ്ഞു. അയൽവാസിയായ വസന്തയാണ് രാജനെതിരെ ഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് കേസ് നൽകുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.